അപ്പോൾ ഇന്നാണ് നമ്മുടെ വിരുന്ന്. ഇതോടുകൂടി വെഡ്ഡിങ് സീരീസ് ഞാൻ ഇവിടെ നിർത്തുകയാണ് ഗൈസ്. അപ്പോൾ പുറത്ത് നല്ല മഴയായതുകൊണ്ട് തന്നെ അച്ഛനാക്കി തരാമെന്ന് പറഞ്ഞു അവർ വീട്ടിലേക്ക്. അവിടെ എത്തിയതും ഈ കുഞ്ഞു വാവേനൊക്കെ ഒന്ന് കളിപ്പിച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചപ്പോഴേക്ക് ഇതുകൊണ്ട് അവർ വന്നപ്പോൾ എല്ലാവരും അവരൊപ്പം. എന്നാർക്കും വേണ്ട, ഞാൻ കട്ട പോസ്റ്റ്. ഓക്കെ, എന്തെങ്കിലും അവിടെ വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോയപ്പോഴോ അവിടെ ഭയങ്കര തിരക്ക്. അതായത് സെക്കൻഡ് ട്രിപ്പിൽ തന്നെ ഞങ്ങൾ കയറിയിരുന്നു, കാരണം വിശപ്പിൻ്റെ വിളി. ഞങ്ങൾ കയറി ഇരുന്നത് എന്തിനാ വെച്ചാൽ ഞങ്ങളത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ചേച്ചിക്ക് പെട്ടി പൊട്ടിക്കാമെന്ന് ചേച്ചി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്, അല്ലാതെ വേറൊന്നും അല്ല. അപ്പോൾ കുറച്ച് ബാഗ് കിട്ടി, ഒരു 2-3 ബാഗ്, ഒരു പെർഫ്യൂം, പിന്നെ കുറച്ച് ചെരുപ്പ്, ഫ്രെയിംസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കിട്ടിയത്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തതാവണ്ട് ഈ ഡ്രസ്സാണ്. ഇതെന്താ അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ചേച്ചി മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനത്തെ മിറർ, അങ്ങനത്തെ കുറച്ച് സംഭവമൊക്കെ കിട്ടിയായിരുന്നു. അങ്ങനെ ചേച്ചിക്ക് വേണ്ട സാധനം കൊടുത്ത് ചേച്ചി ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം അവർക്ക് അവിടെ നേരത്തെ എത്തണ്ടായിരുന്നു. അങ്ങനെ അച്ഛമ്മേനോട് യാത്ര പറഞ്ഞപ്പോൾ അച്ഛമ്മ കുറച്ച് ഇമോഷണലായെങ്കിലും മാമനും അമ്മായിയും നല്ല ഹാപ്പിയായിരുന്നു. പോവല്ലേ. പക്ഷെ ഇതുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയെ കണ്ടു, അതാണ് എൻ്റെ അമ്മായിയപ്പൻ. എൻ്റെ അമ്മായിയപ്പൻ എന്നെ പറഞ്ഞേക്കുമ്പോൾ എത്ര സങ്കടം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിഞ്ഞൂടാ. അങ്ങനെ ഞാനും അവർ പോയതിന് പിന്നാലെ എൻ്റെ വീട്ടിലെത്തി. അങ്ങനെ പരിപാടി കഴിഞ്ഞു.